പെരിയാർ നാഷണൽ പാർക്കിനുള്ളിലെ എടപ്പാളയം വാച്ച് ടവറിൽ നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നു. ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന കാടിന് നടുവിൽ ഈ ഒരു സ്റ്റേ സമ്മാനിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആ കാഴ്ചകളും ആ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാടും മേടും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണും പൂട്ടി വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ആണ് കേട്ടോ ഇത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ ഓൺലൈനായിട്ടാണ് നമുക്ക് ഇവിടേക്കുള്ള സ്റ്റേ ബുക്ക് ചെയ്യേണ്ടത്. മാക്സിമം 2 ആളുകൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. 9,600 രൂപയാണ് റേറ്റ് വരുന്നത്. വരുന്ന ദിവസത്തിലെ ഈവനിങ്ങിലെ സ്നാക്ക് തൊട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തെ ലഞ്ച് വരെയാണ് ഈ പാക്കേജിലുള്ളത്. എടപ്പാളയം വാച്ച് ടവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ട്രൈബൽ ഹെറിറ്റേജിൻ്റെ ഓഫീസിൽ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ സ്റ്റാഫാണ്. ട്രൈബൽ ഹെറിറ്റേജിൻ്റെ ഓഫീസിൽ നിന്ന് ഷട്ടിൽ ബസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലോ സ്റ്റാഫിൻ്റെ കൂടെ നമുക്ക് ഈ ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്താൻ പറ്റും. 2 ഗാർഡുകളും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിരിക്കും നമ്മളോട് ഉണ്ടാവുക. ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് ഒരു 15 മിനിറ്റത്തെ ബോട്ട് യാത്രയാണ് നമുക്കുണ്ടാവുന്നത്. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടി. വളരെ ദൂരെ 3 ആനകളെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 3 പേര് മാത്രമായിരിക്കില്ല, ബാക്കി അംഗങ്ങളെല്ലാം മിക്കവാറും ആ കാടിനുള്ളിൽ തന്നെ കാണും. വേറെയും ധാരാളം മൃഗങ്ങളെ നമുക്ക് ഈ ബോട്ട് യാത്രയിൽ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ കടുവയും പുലിയെയും വരെ കാണാം. നമുക്കിറങ്ങേണ്ട സ്ഥലമായി. KTDCയുടെ ലേക്ക് പാലസ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. പണ്ട് ട്രാവൻകൂർ രാജാക്കന്മാർ അവർ ഹണ്ടിങ്ങിനൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാലസ്. ഇന്നിത് റൺ ചെയ്യുന്നത് KTDC ആണ്. നല്ലൊരു പ്രീമിയം സ്റ്റേയിലൊക്കെ താമസിച്ചാണ് ഈ ഒരു സ്ഥലമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടം വരെ നടന്നെത്തിയപ്പോഴാണ് നമ്മുടെ സ്റ്റാഫ് ചേട്ടന്മാർ നമുക്കൊരു കാഴ്ച കാണിച്ചു തരുന്നത്. തടാകത്തിനക്കരെ ഒരു വലിയ ആനക്കൂട്ടം നിൽപ്പുണ്ട്. പക്ഷെ അവരെല്ലാവരും ആ കുറ്റിച്ചെടികൾക്ക് മറവിലാണ്. എന്തായാലും ആന മാത്രമല്ല അക്കരെ, മറ്റു പല മൃഗങ്ങൾ കൂടിയുണ്ട്. ധാരാളം മ്ലാവുകളെയും 2-3 കാട്ടുപോത്തുകളെയും നമ്മളവിടെ കണ്ടു. എല്ലാവരും എന്തായാലും മത്സരിച്ച് ഫുഡ് തീറ്റിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ആനകളൊക്കെ ആ പൊന്തക്കാടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. പെരിയാർ നാഷണൽ പാർക്ക് ശരിക്കും ടൈഗർ റിസർവും അതുപോലെ തന്നെ എലിഫന്റ് റിസർവും കൂടിയാണ്. 925 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ ടൈഗർ റിസർവ് പരന്നു കിടക്കുന്നത്. 3 ജില്ലകളാണ്, ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയത്തുമായിട്ടാണ് ഇത് കിടക്കുന്നത്. നമ്മുടെ ഈ ആനക്കൂട്ടത്തിലെ കൊമ്പനാണിവൻ. കൊമ്പനധികം നീളമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ആന തന്നെയാണ്. ഇപ്പോഴും ബാക്കിയുള്ള മിക്ക ആനകളും ആ പൊന്തക്കാടിൻ്റെ ബാക്കിൽ തന്നെ നിൽപ്പാണ്. നമ്മുടെ ഈ കൊമ്പനെ കൂടാതെ ഒരു പിടിയാനയും പിന്നെ ഒരു കുഞ്ഞു കുട്ടിക്കൊമ്പനും കൂടെയാണ് ആ പൊന്തക്കാടിൻ്റെ വെളിയിലേക്കൊന്ന് ഇറങ്ങി വന്നത്. ഒരു മ്ലാവ് പതുക്കെ നടന്നു വരുന്നുണ്ട്. നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ജീവികളും ഈ ഒരു തടാകത്തിൻ്റെ പരിസരത്തൊക്കെ തന്നെയാണ്. മണ്ണിലിങ്ങനെ ശക്തിയായി തൊഴിച്ച് അവിടുന്ന് ആ പുല്ല് വാരിയെടുത്താണ് ഈ ആനക്കൂട്ടങ്ങൾ പുല്ല് തിന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനക്കൂട്ടത്തിലെ എല്ലാവരും തന്നെ പതുക്കെ പുറത്തേക്കെത്തി. 9 പേരടങ്ങുന്നതാണ് ഈ ആനക്കൂട്ടം. ആ ആനക്കൂട്ടത്തിനിടയിൽ ഒരു കുഞ്ഞ് ആനയെ കണ്ടോ? എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കാലം മാത്രമായിരിക്കും ചിലപ്പോൾ അവൻ്റെ പ്രായം. നമുക്ക് ലക്കുണ്ടെങ്കിൽ ഈ ആനക്കൂട്ടത്തെ നൈറ്റ് നമ്മുടെ വാച്ച് ടവറിൻ്റെ അവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു 15 മിനിറ്റോളം നടപ്പുണ്ട് നമ്മുടെ വാച്ച് ടവറിലേക്ക്. ആനിമൽസ് എല്ലാം ക്രോസ് ചെയ്തു പോകുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ നടത്തവും. 2 പേർക്ക് നല്ല സുഖമായി താമസിക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ വാച്ച് ടവറിനുള്ളിലുണ്ട്. ഇതായി സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈറ്റിങ് ഒരു രക്ഷയില്ല. കാട്ടിനുള്ളിൽ നിന്നും കാട്ടുപോത്തുകൾ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാട്ടുപോത്തെന്ന് മാത്രമല്ല, മലയാളത്തിൽ ഇവർക്ക് കാട്ടി എന്നും കൂടി ഒരു വിളിപ്പേരുണ്ട്. ഗൗർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ എന്നൊക്കെ വിളിക്കുന്നതും ഇവരെ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ധാരാളം കാട്ടുപോത്തുകളും കൂടി എത്തി. ഇവരിപ്പോൾ അത്യാവശ്യം അകലത്ത് നിന്നാണ് പുല്ല് തിന്നുന്നത്. നമ്മുടെ സ്റ്റാഫ് ഏട്ടന്മാർ പറഞ്ഞത് മിക്കവാറും ഈ കാട്ടുപോത്തുകളെല്ലാം തന്നെ നൈറ്റ് നമ്മുടെ ഈ ഒരു വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലായിരിക്കും വന്ന് കിടക്കുന്നതെന്നാണ്. കുറച്ചകത്തേക്ക് കയറിയിട്ടുള്ള കാരണം തന്നെ കടുവയൊന്നും അത്ര പെട്ടെന്ന് വരാത്ത കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ 2 ആഴ്ച മുന്നേ ഇവിടെ ഒരു ബീറ്റ് ഓഫീസർ രാത്രി 11 മണിയോടുകൂടി ഒരു കടുവേനെ നമ്മുടെ ഈ ഒരു വാച്ച് ടവറിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടെന്നാണ് പറഞ്ഞത്. രാത്രി ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ആ കടുവ വളരെ വേഗം പാസ് ചെയ്തു പോകുന്നത്. ഈ കാട്ടിലെ ഫുഡ് ചെയിനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ കടുവ തന്നെയാണ്. കാട്ടുപോത്തുകളിലെ മെയിൻ എതിരാളി കടുവ തന്നെയായിരിക്കും. ഈവനിങ്ങും മോർണിംഗും നമുക്കിവിടെ ട്രെക്കിംഗ് ചെയ്യാം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു ഗാർഡ് ഉണ്ടാവണം.
കാടിനുള്ളിലൂടെയുള്ള ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് മൃഗം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡും ബീറ്റ് ഓഫീസറൊക്കെ നമ്മളോട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് ട്രക്ക് ചെയ്ത് തിരിച്ചെത്താം. ഈ ടൈഗർ റിസർവിൽ ആനിമൽസൊക്കെ ആക്രമിച്ചിട്ടുള്ള ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗാർഡുകളൊക്കെ പറയുന്നത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ ഈ കാട്ടുപോത്താണ് കേട്ടോ കൗ ഫാമിലിയിലെ ഏറ്റവും വലിയ ജീവി. നമ്മുടെ ഈ ടൈഗർ റിസർവിലും ധാരാളം കാട്ടുപോത്തുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇവ കാണപ്പെടുന്നത് പറമ്പിക്കുളം ഫോറസ്റ്റിലാണ്. ഗോവ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലും ഇവരുണ്ട്. ഇത്രയും സൈസുള്ളവരായിട്ടും വളരെ ശാന്ത സ്വഭാവമുള്ളവരാണ് കാട്ടുപോത്തുകൾ. ഇവരെ അങ്ങോട്ട് ആക്രമിച്ചാലല്ലാതെ ഇവർ ആക്രമിക്കാനൊന്നും വരില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ധാരാളം മൃഗങ്ങളാണ് നമ്മുടെ ടവറിന് ചുറ്റും വരുന്നത്. ഇങ്ങനെ ഈ 4 സൈഡിലും ട്രെഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ആനിമൽസ് ഒന്നും ഇത് ക്രോസ് ചെയ്ത് എന്തായാലും വരില്ല. കാട്ടുപോത്തുകൾ പുല്ലുമേഞ്ഞ് നമ്മുടെ ടവറിൻ്റെ അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ കാട്ടുപോത്തിനേക്കാളും വലിപ്പമുള്ളവരാണ് നമ്മുടെ ഈ ഇന്ത്യൻ ബൈസൺസ്. ഇതിൽ ആൺ കാട്ടുപോത്തുകൾക്കാണ് ശരിക്കും നല്ല വലിപ്പമുള്ളത്. കാട്ടുപോത്തിനെയൊക്കെ നോക്കി നിന്നപ്പോഴാണ് കണ്ടത് വളരെ ദൂരത്ത് ഒരു കാട്ടുപന്നി ഇറങ്ങിയിട്ടുണ്ട്. അവനാണ് പതുക്കെ നടന്ന് നമ്മുടെ ഈ ടവറിന് നേരെയാണ് വരുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ കാട്ടുപോത്തുകളെ കണ്ടില്ലേ, ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇവൻ നിൽക്കുന്നത്. സാധാരണയായി കാട്ടുപന്നികൾ കൂട്ടമായിട്ടായിരിക്കും, എന്നാൽ അഡൾട്ട് മെയിലായിട്ടുള്ള കാട്ടുപന്നികളായിരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക. ആ കാട്ടുപന്നി അവിടുന്ന് ഓടി നമ്മുടെ ടവറിനടുത്ത് എത്തിയിട്ടുണ്ട് ഫുഡ് തിന്നാനായിട്ട്. നമ്മുടെ ഗാർഡ് ചേട്ടന്മാരോട് കുക്ക് ചെയ്തിട്ട് ഇവർക്ക് തിന്നാൻ പറ്റുന്ന ഫുഡ് വേസ്റ്റുകളാണ് ഇത് അവിടെ കൊണ്ടിടുന്നത്. അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടുപന്നിയും അതുപോലെ തന്നെ മുള്ളംപന്നിയും ഒക്കെ വരുന്നത്. ഇവനും ചെറിയ തേറ്റയൊക്കെ ഉള്ള എന്നാൽ അധികം വലിപ്പമൊന്നുമില്ലാത്ത പന്നിയാണ്. എങ്കിലും ഈ ഒരു സൈസ് മതി ഒരു മനുഷ്യനെയൊക്കെ ഇടിച്ചു കൊല്ലാൻ. മനുഷ്യനെയൊക്കെ കണ്ട് പരിചയിച്ചുകൊണ്ടായിരിക്കണം ഇവനങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഇവനിങ്ങനെ മണമൊക്കെ പിടിച്ച് നമ്മുടെ തൊട്ട് മുന്നിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കും. നമ്മുടെ ആ ട്രെഞ്ചിൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നിട്ടാണ് ഇവൻ ഓടിയത്. വീണ്ടും ആ പഴയ സ്ഥലത്ത് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും പോയി ചെക്ക് ചെയ്തിട്ട് പിന്നെ കാട്ടിലേക്ക് പതുക്കെ നടന്നുപോയി. ആ പോയ പോക്ക് ആ കാട്ടുപോത്തുകളുടെ ഇടയിൽ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നിൽക്കാനാണ്. മിശ്ര ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡയറ്റിൽ അങ്ങനെ പ്രത്യേക എന്നൊന്നുമില്ല, എല്ലാം തന്നെ ഇവർ തിന്നും. നല്ല വലിപ്പമുള്ള ഒരു കാട്ടുപന്നിക്ക് ഒരു 200 കിലോ എങ്കിലും വരെ തൂക്കം വെക്കും. നേരെ ഇപ്പോൾ സന്ധ്യയോടെ അടുത്ത് പതുക്കെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഉച്ചയ്ക്ക് തുടങ്ങിയ തീറ്റയാണ് എല്ലാവരും, ഇതുവരെ നിർത്തിയിട്ടേ ഇല്ല. പുല്ല് തിന്നാൻ വേണ്ടി മറ്റൊരാളും കൂടെ എത്തിയിട്ടുണ്ട്, ഒരു മ്ലാവ്. ഇവരെയാണ് സാമ്പാടിയർ അല്ലെങ്കിൽ കലമാൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇവനെന്തായാലും അധികം പ്രായമൊന്നുമില്ലാത്തൊരു കലമാനാണ്. പല വലിപ്പത്തിലുള്ള പല സൈസുള്ള മൃഗങ്ങൾ ഒന്നിച്ച് നിന്നാണ് അവിടെ പുല്ല് തിന്നുന്നത് കണ്ടത്. പക്ഷേ ഇവരാരും പരസ്പരം ആക്രമിക്കുന്നതൊന്നും കണ്ടില്ല. എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാണ് കേട്ടോ ഇവിടെ പുല്ല് തീറ്റ. ദൂരെ നിന്നിപ്പോൾ ഒരു ആന അമറും. അപ്പോൾ ആ ചെവിയൊക്കെ കൂർപ്പിച്ച് നിൽക്കുന്ന മ്ലാവിനെ കണ്ടോണേ. ആണും പെണ്ണും കാട്ടുപോത്തുകളാണ്, വലുപ്പത്തിൽ തന്നെ എന്ത് വ്യത്യാസമുണ്ടല്ലേ. രാത്രിയാകുമ്പോഴാണ് കാട് സജീവമാകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും അത് വളരെ ശരിയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് കാട് ഉണരുന്നത്. നമ്മൾ പകല് കാണാത്ത പല ജീവികളെയും നമുക്ക് രാത്രിയിൽ കാണാൻ സാധിക്കും. അതിലൊരാളെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ കാട്ടുപന്നിയെ അല്ല കേട്ടോ പറഞ്ഞത്. ഇതാ ഇവിടെ ഒളിച്ചിരിക്കുന്ന ഇവനെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു മുള്ളംപന്നി. രാത്രിയായി കഴിഞ്ഞാൽ ധാരാളം മുള്ളംപന്നികളാണ് നമ്മുടെ ഈ ടവറിന് ചുറ്റും വരുന്നത്. മാറ്റിക്കോ. അവിടെ അവിടെ എന്തോ സാധനം ഇറങ്ങി വരുന്നുണ്ടേ, അതുണ്ടോ? കറുപ്പ് രണ്ടുപേര്. അത് 2 മുള്ളംപന്നിയാ. ഒരു വെള്ള മുള്ളു പോലെ ഒരു സാധനം ഞാൻ കാണുന്നുണ്ട്. കരടി വരുമോ? നല്ല കറുപ്പാണ് സാധനം. അല്ലല്ല, അത് മുള്ളംപന്നി ഒന്നും കേട്ടോ. മറ്റേ വെള്ള സാധനമുണ്ട് അതിൻ്റെ ചുറ്റും. അയ്യോ, അത് 3 എണ്ണം ഉണ്ട്. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പം ആ പോത്തിൻ്റെയൊക്കെ ബായ്ക്ക് നിപ്പുണ്ടോ സാധനങ്ങൾ.
റെഡിയാണോ? ഇതല്ലേ ആ അത് തന്നെ അതിൻ്റെ കാലിൻ്റെ ചോട്ടിലുണ്ട്. ആ മുള്ളൻപന്നി ഇതല്ലേ? ആ ആ മുള്ളൻ അയ്യോ. എന്ത് തണുപ്പായിരുന്നു അല്ലേ? ഓ സത്യം. ആ മുള്ളൻ. അത്യാവശ്യം വലുപ്പമുള്ള 3 മുള്ളമ്പന്നിയായിരുന്നു ഇറങ്ങി വന്നത്. രാത്രിയിലാണ് ഇവന്മാർ ഫുഡൊക്കെ തേടി ഇറങ്ങുന്നത്. കുഞ്ഞു മുള്ളമ്പന്നികളെ കാണാൻ നല്ല രസമാണ്. ചെറിയ മുള്ളുകളുണ്ട്, തലയിൽ കൊച്ചു സ്പൈക്കൊക്കെ ഉണ്ടാവും. നമ്മൾ പകൽ കണ്ട ആ കാട്ടുപോത്തിൻ്റെ കൂട്ടം ഇപ്പം നമ്മുടെ ഈ വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അധികം പ്രായമൊന്നുമില്ലാത്ത ധാരാളം കുഞ്ഞു കാട്ടുപോത്തുകളുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടായിരിക്കണം അവർ നല്ല സേഫ് സോൺ തേടി നമ്മുടെ ഈ ഒരു പരിസരത്ത് തന്നെ എത്തിയത്. നമ്മുടെ ഈ ടോർച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റാക്കൂരി ഇരുട്ടാണ് കേട്ടോ ആ ഫ്രണ്ടിൽ. ഈ ടോർച്ചിൻ്റെ വെട്ടത്തിൽ അവരുടെ ആ കണ്ണൊക്കെ മിന്നുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കാട്ടുപോത്തും കുഞ്ഞാണത്. നമ്മുടെ ട്രെഞ്ചിൻ്റെ തൊട്ടരികത്ത് മുള്ളമ്പന്നികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ചെത്തിയിട്ടിട്ടുണ്ട്. അത് തിന്നാനാണ് ഇപ്പോൾ ഇത്രയും അടുത്തേക്ക് വരുന്നത്. പക്ഷെ ടോർച്ചിൻ്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് വരാൻ കുറച്ച് മടിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ വളരെ വേഗം ഓടിപ്പോവും. തലങ്ങും വിലങ്ങും ഇവന്മാർ കാട്ടിലൂടെ ഓടി നടപ്പാണ് എപ്പോഴും. രാത്രി ഇവിടെ കാട്ടുപോത്തുകൾ കിടക്കുന്നത് ഒരു പ്രത്യേക ഫോർമേഷനിലാണ്. ഒരു ചെറിയ സർക്കിളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണത്. അധികം സൈസ് ഇല്ലാത്ത കാട്ടുപോത്തുകളും അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള കാട്ടുപോത്തുകളൊക്കെ ഈ ഒരു സർക്കിളിനുള്ളിലാണ് കിടക്കുന്നത്. സൈസുള്ള വലിയ കാട്ടുപോത്തുകളെല്ലാം ഇവരുടെ ചുറ്റും പല ഡയറക്ഷനിലേക്ക് നോക്കിയായിരിക്കും കിടക്കുക. ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് ഇവരെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർമേഷനിൽ കിടക്കുന്നത്. വീണ്ടും ഒരു മുള്ളമ്പന്നി ഇതിലൂടെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഗാർഡ് ചേട്ടന്മാർ പറഞ്ഞത് പണ്ടൊരിക്കലും ഒരു മുള്ളമ്പന്നി ഇവിടുത്തെ ട്രെഞ്ചിൽ വീണിട്ടുണ്ട്. അതിനെ പിടിച്ച് കരക്കി കയറ്റാൻ ഇവർ നല്ലപോലെ പാടുപെട്ടിട്ടുണ്ടെന്നാണ്. സ്ലോപ്പ് പോലെ ഒരു തടിക്കഷ്ണമൊക്കെ ഇട്ട് അതിലൂടെ ഒരു തരത്തിലാണ് അതിനെ കരക്കെത്തിച്ചത്. രാത്രി ഒന്ന് ഉറങ്ങി വന്നപ്പോഴാണ് കാട്ടുപോത്തിൻ്റെ ചീറ്റിലൊക്കെ കേട്ട് പെട്ടെന്ന് എണീറ്റത്. നോക്കിയപ്പോഴാണ് ആനകൾ പാസ് ചെയ്യുന്ന സീനാണപ്പോൾ. നമ്മൾ പകൽ കണ്ട ആനക്കൂട്ടത്തിലെ കൊമ്പനാണിവൻ. ഞാൻ എണീറ്റ് വന്ന് ക്യാമറയൊക്കെ ഓണാക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള കുഞ്ഞു ആനകളും ബാക്കി പിടിയാനകളെല്ലാം കാട് കയറി കഴിഞ്ഞു. ആനകളുടെ വരവ് കണ്ടിട്ടായിരിക്കണം എല്ലാ കാട്ടുപോത്തുകളും എണീറ്റ് നിൽപ്പായിരുന്നു. 2 ദിവസം മുന്നേ ഈ ആനകളെല്ലാം നമ്മുടെ ഈ വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലായിരുന്നു നൈറ്റ് ഫുള്ള്. എന്തായാലും അന്ന് ഈ വാച്ച് ടവറിൽ സ്റ്റേ ചെയ്തവർക്ക് അടിപൊളി കാഴ്ചയായിരിക്കും കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലക്കുണ്ട്. ഈ കാട്ടാനേനെ ഇത്രയും അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റിയല്ലോ. പിറ്റേ ദിവസം അതിമനോഹരമായൊരു സൺറൈസ് ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. രാത്രി നമ്മുടെ കൂടെ ഇവിടെ തമ്പടിച്ച കാട്ടുപോത്തുകളെല്ലാം രാവിലെ ആയപ്പോൾ പതുക്കെ കാട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഈ കാട്ടുപോത്തും കൂട്ടത്തിൻ്റെ ലീഡറെ കാണണ്ടേ, ഇത് അവനാണ് ഈ നടക്കുന്നത് ഏറ്റവും അവസാനം. ഒരൊത്ത ബാഹുബലി തന്നെയാണ് അവൻ. നല്ല സൈസുള്ള നല്ല ഒന്നാന്തരം ഒരു കാട്ടുപോത്ത്. ആൺ കാട്ടുപോത്തിനെയും പെൺ കാട്ടുപോത്തിനെയും മനസ്സിലാക്കാൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ആൺ കാട്ടുപോത്തുകൾക്കാണെങ്കിൽ നല്ല കറുപ്പായിരിക്കും അവരുടെ നിറം. അതുപോലെ തന്നെ പെൺ കാട്ടുപോത്തുകൾക്കാണെങ്കിൽ ഒരു കാപ്പി കളറായിരിക്കും. അതുപോലെ തന്നെ സൈസിലും അവർ കുറച്ച് ചെറുതായിരിക്കും. നമ്മുടെ ഈ കാട്ടുപോത്ത് മിക്കവാറും ഒരു 1300 കിലോ എങ്കിലും ഉണ്ടായിരിക്കും. നേരിട്ടൊന്ന് കാണണം, എന്ത് വലിപ്പമാണെന്നറിയാം ഇവന്. ബാക്കി എല്ലാ കാട്ടുപോത്തിനെയും കാട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം അവരുടെ പിന്നിലായിട്ടാണ് ഇവൻ്റെ നടപ്പ്. ആരും കൂട്ടം തെറ്റി പോകാതിരിക്കാനായിരിക്കും ഒരുപക്ഷെ അങ്ങനെ. വാച്ച് ടവറിലെ രാവിലത്തെ വൈബ് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. നല്ല അടിപൊളി സൺറൈസും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒച്ചയൊക്കെ കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. രാവിലെ നമ്മൾ എണീക്കുന്നത് തന്നെ പലതരത്തിലുള്ള പക്ഷികളുടെ സൗണ്ടും ഈ ചീവീടിൻ്റെ സൗണ്ടൊക്കെ കേട്ടാണ്. ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാം. ധാരാളം പക്ഷികളുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
പക്ഷി നിരീക്ഷണത്തിനും പറ്റിയ ഒന്നാന്തരം ഒരു കാടാണിത്. ദേശാടനക്കിളികളടക്കം 226 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. മോർണിംഗ് ട്രക്കിങ്ങിന് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ. മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലക്കാണ്. ഇന്നലെ ആനകൾ കയറിപ്പോയ ആ ഒരു ആനത്താരയിലൂടെയാണ് നമ്മുടെ പോക്ക്. പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടവും അതുപോലെ തന്നെ പോത്തിൻ്റെ ചാണകവും ഒക്കെയാണ്. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. പണ്ടെപ്പോഴോ കടുവ പിടിച്ച ഒരു കാട്ടുപോത്തിൻ്റെ കുറേ അസ്ഥികളൊക്കെ ഇവിടെ ചെതറിക്കിടപ്പുണ്ട്. തടാകത്തോട് ചേർന്നുള്ളൊരു സ്ഥലമാണിത്. മറ്റെവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇതിനെ പിടിച്ചാലും ഇരയെ വലിച്ചുകൊണ്ട് തടാകത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു സൈഡിലൊക്കെ വന്നിരുന്നായിരിക്കും ഇവയെ ഭക്ഷിക്കുന്നത്. കുറേ തിന്നു കഴിഞ്ഞ് കടുവ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. കുറേയധികം നടന്നിട്ടും ഒരു ആനിമലിൻ്റെ സൈറ്റിംഗ് പോലും നമുക്ക് കിട്ടിയില്ല. സാധാരണയായി ധാരാളം മ്ലാവുകളെയൊക്കെ ഈ ഒരു സമയം കാണാറുണ്ടെന്നാണ് നമ്മുടെ ഈ ബീറ്റ് ഓഫീസർ പറഞ്ഞത്. കുറേയധികം നടന്ന് നമ്മളൊരു മരത്തിൻ്റെ അടുത്തെത്തി. ഇതാ ഈ കാണുന്ന മരയില്ലേ, ഇതിൽ നിന്നാണ് കുന്തിരിക്കം ഉണ്ടാകുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ള കറ കണ്ടോ, ഇത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് കുന്തിരിക്കം ആവുന്നത്. അല്പം വലിപ്പമുള്ളൊരു പഗ്മാർക്കാണ്. കാട്ടുപോത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും രാവിലെ ഈ കാട്ടിലൂടെയുള്ള നടപ്പ് നല്ല രസമുണ്ട് കേട്ടോ. ആന കാല് വെച്ചിടിച്ചുണ്ടാക്കിയ കുഴികളാണ്. രാവിലെ തന്നെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആനിമൽസിനെ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റിയില്ലാത്തതുകൊണ്ടുള്ളൊരു നിരാശയുണ്ട്. എങ്കിലും നമുക്ക് ഇന്നലെ പകലും രാത്രിയൊക്കെ കിട്ടിയ ആ ഒരു സൈറ്റിങ്ങും ആ ഒരു എക്സ്പീരിയൻസും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ മറക്കാതെ എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ തരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.